ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ചാപ്റ്റർ 7 ഇൻറ്റഗ്രൽസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇത് പാർട്ട് 1 ആയിരുന്നു. നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ്, that is equation integral of f of phi of x divided dx is equal to f dash phi of x divided by phi dash x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതിന് നമുക്കൊരു ബോക്സിലാക്കാം, കാരണം ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഫോമാണ്. ഇനി ഇത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടൊരു പ്രോബ്ലം, ഒരു 2-3 പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഓർമ്മ സൈനാണ്. സൈൻ വെച്ചിട്ട് ഏതെങ്കിലും പ്രോബ്ലം ചെയ്ത് നോക്കാം. സൈൻ 2x + 3 ചെയ്ത് നോക്കാം. സൈൻ 2x + 3 എന്ന് പറയുമ്പോൾ sin 2x + 3 dx. ഇതെങ്ങനെ ചെയ്യും? f dash phi of x, ഇതിൽ f dash എന്ന് പറയുമ്പോൾ സൈൻ വരുന്നു. സൈന് നമുക്കറിയാം കോസ് ആണ്, നമ്മൾ മൈനസ് കോസ് ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 2x + 3 ഇട്ട് കൊടുത്തു. സോ -2x + 3 ഡിവൈഡ് ബൈ 5 dash x. 5 dash x എന്ന് പറയുമ്പോൾ 2x + 3 ആണ്. അപ്പോൾ d/ds ഓഫ് 2x + 3 ഇട്ട് കൊടുത്തു. അങ്ങനെ ചെയ്യാം. ഇനി ഇതെന്ന് പറയുന്നത് -cos 2x + 3 ഡിവൈഡ് ബൈ ഇത് d/ds ഓഫ് 2x എന്ന് പറയുന്നത് എന്താ? 2x നമുക്ക് 2 എന്ന് എഴുതാം. 2 ഇൻറ്റു x എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് d/ds ഓഫ് 3 ദാറ്റ്സ് ഈക്വൽ ടു 0. സോ cos 2x + 3 ഡിവൈഡ് ബൈ 2 എന്ന് വന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഈ 2 ഇങ്ങോട്ട് എടുത്തിട്ട് 1/2 എന്ന് എഴുതാം. 1/2 cos 2x + 3 എന്ന് എഴുതാം. അതായത് നമ്മൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം, പ്ലസ് സി എന്നിട്ട് കൊടുക്കാം. ഇതാണ് മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് ഉണ്ടല്ലോ, മൈനസ് കോസ് ആണ്. -cos 2x + 3 ഇതാണ് നമ്മുടെ ആൻസർ പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ഇതും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടാൻ ചെയ്ത് നോക്കാം. ടാൻ്റെ എങ്ങനെ വരും നോക്കാം. അപ്പോൾ സെക്കൻഡ് വൺ, tan 3x - 5 അതെങ്ങനെ വരും? ടാൻ്റെ കേസ് ആവും നമുക്ക് വരുന്നത്. ടാൻ ഇപ്പോൾ f dash phi of x ആണ്. അപ്പോൾ ടാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലോഗ് വരുമെന്നറിയാം, മോഡുലസ് വരുമെന്നറിയാം. ലോഗ് സീക്ക് വരും. സീക്ക് x ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 3x - 5 ആണ്. സോ ഇവിടെ എക്സിൻ്റെ സ്ഥാനമാണ്. 3x - 5 ആണ്. സീക്ക് 3x - 5 എന്നിട്ട് കൊടുക്കാം. ഡിവൈഡ് ബൈ 5 dash x, that is ഈ 3x - 5 എങ്ങനെ എഴുതും? d/dx ഓഫ് 3x - 5 എന്നിട്ട് കൊടുത്തു. സോ ലോഗ് മോഡുലസ് ഓഫ് സീക്ക് 3x - 5 d/ds ഓഫ് 3x - 5 അതെങ്ങനെ വരും? 3 പുറത്തേക്ക് എടുക്കാം. 3 ഇൻറ്റു x 1 ആണ്, പിന്നെ 5 - 5 that's d/ds of 5 is equal to 0. So we can write as log sec modulus of sec 3x - 5 divided by 3 എന്ന് വരും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 log modulus of sec 3x - 5 നമ്മൾ 3 ഇങ്ങോട്ട് എടുത്തായിരുന്നു. അപ്പോൾ 1/3 log sec 3x - 5 പ്ലസ് സി എന്ന് തോന്നുന്നു ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു 3 പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി താഴായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 3ാമത്തെ പ്രോബ്ലം ചെയ്തെടുക്കും. തേർഡ് വൺ നമുക്ക് റൂട്ട് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ റൂട്ട് 3x - 5 ഇൻറ്റഗ്രൽ വേണേ, ഇൻറ്റഗ്രൽ 3x - 5 dx ഇത് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട്
എക്സ് റേസ് ടു എക്സ് റൂട്ട് എന്ന് പറയുന്നത് 2/3 എക്സ് റേസ് ടു 3/2 ആണ്. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ, എന്നാലും നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ എഫ് ഡാഷ് എക്സ് കാണുമല്ലോ, അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 2/3 എക്സിൻ്റെ സ്ഥാനത്ത് 3x-5 ആണ്. 3x-5 റേസ് ടു 3/2 എന്ന് എഴുതാം. എന്നിട്ട് പിന്നെ ഡിവൈഡഡ് ബൈ 5-x, that is 3x-5 d/dx of 5 3x-5 d/dx of 3x-5 എഴുതി. അപ്പോൾ ഇതിങ്ങനെ എഴുതാം 2/3 3x-5 raised to 3/2 divided by d/dx of 3x-5. അപ്പോൾ d/dx of 3x equal to 3 into 1 എഴുതാം മൈനസ് d/dx of 5 equal to 0. അപ്പോൾ അത് പറയുന്നത് 2/3 നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ല. 2/3 പുറത്തെടുത്തു. 3x-5 2/3 പുറത്തെടുക്കില്ല. 2/3 ഇവിടെ ഇട്ടിട്ട് 3x-5 raised to 3/2 divided by 3 into 1 3. അത് അങ്ങനെ എഴുതാം. എന്നിട്ട് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 into 2/3 നമ്മളിവിടെ മിസ്റ്റേക്ക് വരുത്തി 3x-5 എന്നാണ് എഴുതണ്ടേ. 3x-5 ഈ 3x-5 ആണോ ഇവിടെ എഴുതിയത്? അപ്പോൾ 3x-5 raised to 3/2 എന്ന് എഴുതി. അപ്പോൾ ഈ 1/3 ഇങ്ങോട്ട് എടുത്തു, 2/3 എടുത്തു. ഇത് നമുക്ക് ഇതിന് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 2/3 into 3x-5 2/3 അല്ല, 3 9 ആണ്. സോ 9 ഇട്ട് കൊടുക്കുക. 2/9 3x-5 പ്ലസ് നമ്മുടെ കോൺസ്റ്റന്റ് സി. ഇതാണ് നമ്മുടെ ആൻസർ ഉള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ തന്നെ നമുക്ക് ഇൻ്റഗ്രേഷൻ യൂസിങ് trigonometric ഫങ്ഷൻസ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സൈനൊക്കെയാണ്. സൈൻ കോസ് ടാൻ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ സൈൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ sin square x നമ്മൾ ഫോർമുല പഠിച്ചായിരുന്നു. sin square x എന്താ? 1 - cos 2x divided by 2 ആണ്. സോ ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ I equal to integral of sin square x dx. ഇതെങ്ങനെ ചെയ്യും? ഇത് സിമ്പിളാണ്. കാരണം നമ്മൾ ഇൻ്റഗ്രൽ എടുത്ത് വിടില്ല. എന്നിട്ട് നമ്മൾ sin square x dxനെ 1 - cos 2x by 2 dx എന്നിട്ട് കൊടുക്കുക. ഇതിന് നമുക്ക് ഇനി എങ്ങനെ എഴുതാം? ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മളൊരു ഇക്വേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് ഈ 1നും ഈ cos 2x ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ 1/2 dx മൈനസ് ഇൻ്റഗ്രൽ cos 2x by 2 dx ഇങ്ങനെ എഴുതാം. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 1/2 dxനെ ഈ 1/2 ഓൾറെഡി നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ 1/2 ഇൻ്റഗ്രൽ dx മൈനസ് ഇതിന് നമുക്ക് 1/2 പുറത്തെടുക്കാം. 1/2 ഇൻ്റഗ്രൽ cos 2x dx എന്ന് എടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/2 ഇൻ്റഗ്രൽ dx x ആണ്. 1/2 × 1/2 x മൈനസ് ഈ 1/2 ഇവിടെ നിന്നിട്ട് ഇൻ്റഗ്രൽ cos 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin x ആണ്. അപ്പോൾ sin 2x ആണ്. sin 2x പിന്നെ 2x എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇതിൽ നമ്മൾ ഇത് എടുത്തെഴുതുമ്പോൾ 2 × 1 എന്ന് വരും. അപ്പോൾ ഇൻറ്റു 2 എന്ന് വരും. 2 എന്ന് വന്നു. ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം? 1/2 x മൈനസ് ഈ 2നെ ഇങ്ങോട്ട് എടുക്കാം. മൈനസ് 1/4 sin 2x എന്ന് വന്നു. സോറി 4x അല്ല, sin 2x ആണ് ഇവിടെ വരുന്നത്. sin 2x എന്ന് വന്നു. അപ്പോൾ 1/2 x - 1/4
സൈൻ 2x ആൻസർ കിട്ടി. പ്ലസ് നമ്മുടെ കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കുക, സി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതിൽ വല്ല ഡൗട്ട്സ്, ഇതിലെല്ലാം എടുത്ത ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. പിന്നെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോസ് സ്ക്വയർസ്, ടാൻ സ്ക്വയർസ്, പിന്നെ സൈൻ എ പ്ലസ് ബി അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു.